അതിന് നമ്മൾ മനസ്സിലാക്കാൻ കഴിയേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് അത് കമ്പയർ ചെയ്തിട്ടുണ്ടാവുക അതർ സ്റ്റേറ്റ് റീ രജിസ്ട്രേഷൻ വണ്ടികളായിട്ട് മാർക്കറ്റ് റേറ്റ് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളത് പ്രൈസ് കൂടുതലായിട്ട് തോന്നി. പ്രീമിയം വണ്ടിയായിരുന്നു നമ്മളത് കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ചിരുന്ന കുറച്ച് പ്രീമിയം വണ്ടികളായിരുന്നു. ഓട്ടോ എത്ര പോയത്? വെറും 21,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 21,000 ഓടിയിട്ടുണ്ട്. ഓക്കെ, എന്താ പറയുക, നല്ല അടിപൊളി സീറ്റ്, കമ്പനി കവറല്ല, പുറത്ത് അഡീഷണൽ ആയിട്ട് ചെയ്തതാണ്. ഈ കാറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് കിലോമീറ്റർ വൈസ് വെറും 6,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ആണ്, ഷോറൂം കണ്ടീഷനാണ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് നാളുകൾക്ക് ശേഷം ഷമീർ ഖാൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. ഷമീസ് കാസ് കോഴിക്കോട് മാങ്കാവ് തിരുവണ്ണൂർ ഭാരത് പെട്രോളിയം പമ്പിനോട് ചേർന്നിട്ടാണ് ഈ ഒരു ഷോറൂമിന്റെ കറക്റ്റ് ലൊക്കേഷൻ. മാങ്കാവ് മീൻചന്ത ബൈപ്പാസിൽ. ഓക്കെ, അപ്പോൾ എന്താ പറയുക, ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാത്ത വാഹനങ്ങൾ, അതാണ് ഏറ്റവും സ്പെഷ്യാലിറ്റി. ഓക്കെ, ക്വാളിറ്റി കോംപ്രമൈസ് ഇല്ല, അത്രയേ ഉള്ളൂ. വിലപ്പാകത്തിൽ നല്ല വിലപ്പാകത്തിലാണ് വാഹനങ്ങൾ കിട്ടുന്നത്. കഴിഞ്ഞ വീഡിയോസിൽ പക്ഷേങ്കിൽ ഒരു കമന്റ് കണ്ടിരുന്നു, ഇങ്ങനെ വില കൂടുതലിന്റെ കുറച്ച് കമന്റ്സ് ഉണ്ട്. ലാസ്റ്റ് വീഡിയോയിൽ ഞാനും കണ്ടിരുന്നു, നമ്മൾ അനലൈസ് ചെയ്ത് ഞാനവിടെ നോക്കി. അപ്പം അതിന് നമ്മൾ മനസ്സിലാക്കാൻ കഴിയേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് അത് കമ്പയർ ചെയ്തിട്ടുണ്ടാവുക അതർ സ്റ്റേറ്റ് റീ രജിസ്ട്രേഷൻ വണ്ടികളായിട്ട് മാർക്കറ്റ് റേറ്റ് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളത് പ്രൈസ് കൂടുതലായിട്ട് തോന്നി. പ്രീമിയം വണ്ടിയായിരുന്നു. നമ്മളത് കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ചിരുന്ന കുറച്ച് പ്രീമിയം വണ്ടികളായിരുന്നു. അതർ സ്റ്റേറ്റിലെ വണ്ടികൾ, പ്രീമിയം വണ്ടികളൊക്കെ കുറഞ്ഞ വിലക്ക് വന്നിട്ട് കിലോമീറ്റർ അധികം ഓടിയ വണ്ടികളും എല്ലാം കൂടി വന്നിട്ട് കുറഞ്ഞിട്ട് വരുന്ന ഒരുപാട് കേസുകളുണ്ട്. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളത് പ്രൈസ് കൂടുതലായിട്ട് തോന്നും. ഒറിജിനൽ കേരള വണ്ടി ഒരു കാരണവശാലും, പിന്നെയും പറയാണ്, ഒരു കാരണവശാലും നമ്മളത് പ്രൈസ് കൂടുതലായിട്ട് വരില്ല. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ നിർബന്ധമുണ്ട് ഒരു പ്രൈസ് കൂടുതലാണെന്ന് ഒരു കസ്റ്റമറെ കൊണ്ടും പറയിക്കരുതെന്ന് നമ്മൾ നിർബന്ധം വെക്കുന്നുണ്ട് പ്രൈസിങ്ങിൽ തന്നെ. അതൊരു കാരണം തന്നെയാണ്. അതിലുപരിയായിട്ട് നമ്മൾ 10-25 വർഷമായി ഫീൽഡിൽ. ഇപ്പോൾ ലാസ്റ്റ് ഇപ്പം നമ്മളെ യൂസ്ഡ് കാർ ഡീലേഴ്സ് അസോസിയേഷൻ്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് എൻ്റെ സുഹൃത്താണ്. പുള്ളി പലതവണ എന്നെ വിളിച്ച് വാൺ ചെയ്തിട്ടുണ്ട്. പലരും എൻ്റെ അടുത്ത് കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്, ഈ മാർക്കറ്റ് റേറ്റ് കുറച്ച് കൊടുക്കുന്നതുണ്ട്. എൻ്റെ അടുത്ത് പരാതി പറഞ്ഞിട്ട് ഒരുപാട് എൻ്റെ കൂടെ ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. എല്ലാവരും എൻ്റെ അടുത്ത് പരാതി പറയുന്നതാണ്, ഈ ആംബിയൻസ് വെച്ചിട്ട് നമുക്ക് ഇതിൽ നല്ല റേറ്റിൽ വെക്കുക, പിന്നെ എന്തിനാണ് നീ ഇത്ര വില കുറച്ച് കൊടുക്കുന്നത് കഴിയുന്നത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് സങ്കടമാണ്. അതിൽ നമ്മൾ കൂടുതൽ സൂക്ഷ്മത കാണിക്കുന്ന കാര്യമാണ്. നമ്മൾ വ്യൂവേഴ്സിനോട് പറയാനുള്ളത്, നിങ്ങൾ പ്രൈസ് അനലൈസ് ചെയ്യുമ്പോൾ എല്ലാ ഭാഗവും അനലൈസ് ചെയ്തിട്ട് വേണം നിങ്ങൾ വിലയിരുത്താൻ. അവർ ചെക്ക് ചെയ്യട്ടെ. അതുകൂടെ എല്ലാവരോടും പിന്നെയും പറയുന്നത്, വന്നിട്ട് നോക്കിയിട്ട് ഒരു മോഡൽ വണ്ടി പറയുകയാണെങ്കിൽ, ആ ഒരു മോഡൽ കാർ പറയുകയാണെങ്കിൽ അവർ റീപ്ലേസ് ഉള്ള വണ്ടികളുണ്ടാവും, അതർ സ്റ്റേറ്റ് രജിസ്ട്രേഷൻ വണ്ടികളുണ്ടാവും, കിലോമീറ്റർ ഓടിയ വണ്ടികളുണ്ടാവും, കിലോമീറ്റർ ബാക്കോട്ട് ആക്കിയ വണ്ടികളുണ്ടാവും, പലത് ഘടകങ്ങളുണ്ടാവും. വെറും അത് മാത്രം അനലൈസ് ചെയ്യുന്നത്. ക്വാളിറ്റി വെഹിക്കിൾ പ്രൈസ് വൈസ് കമ്പയർ ചെയ്താൽ 100% ഞാൻ പറയുന്നു നമ്മുടെ പ്രൈസ് ഒരിക്കലും കൂടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനത് തിരുത്താൻ 100% തയ്യാറുമാണ്. എനിക്കൊരു കസ്റ്റമറുടെ അടുത്തൊന്നും അധികം പൈസ വേണ്ട. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. നമുക്കെല്ലാം നല്ല ബെസ്റ്റ് ആയിട്ട് ഇന്ന് നമ്മൾ ലക്ഷറി വണ്ടികൾ കാണിക്കുന്നില്ല. കൂടുതലായിട്ട് നമ്മുടെ അടുത്ത് ഇപ്പം SUV ടൈപ്പ് വാഹനങ്ങളാണ് കൂടുതലുള്ളത്. നമ്മൾ എല്ലാവരോടും പറയുന്നത്, യൂസ്ഡ് കാറിൻ്റെ SUV ടൈപ്പ് വാഹനങ്ങൾ നോക്കുന്നവർ നമ്മളൊന്ന് കൂടുതൽ പ്രിഫർ ചെയ്താൽ അവർക്ക് ഉപകാരപ്പെടും. വണ്ടി നമ്മുടെ അടുത്ത് വാങ്ങിക്കണ്ട, നമുക്ക് അനലൈസ് ചെയ്യണം. ഇപ്പോൾ എല്ലാ വണ്ടികളും നമ്മുടെ അടുത്തുണ്ട്. ഏകദേശം 25 കമ്പനികളിലെ 25ഓളം മോഡലുകളിലായിട്ട് 35ലധികം SUV ടൈപ്പ് കാറുകൾ ഇപ്പം തന്നെ എൻ്റെ കയ്യിൽ സ്റ്റിൽ സ്റ്റോക്ക് ഉണ്ട്. SUV ടൈപ്പ് മാത്രം, അതർ സെഗ്മെന്റ് എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കുന്ന വീടുകൾ 99% SUV ടൈപ്പ് കാറുകളാണ്. അപ്പോൾ മിസ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറന്നു വരുത്. നിങ്ങളെ സപ്പോർട്ടില്ലാതെ നമുക്ക് വളരാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഷമീസ് കാസിൽ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നമ്മൾ റൈറ്റ് ടോപ്പ് കോർണറിൽ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുന്നതാണ്. ബാക്കി ഡീറ്റെയിൽ നമുക്ക് ഓരോന്നായിട്ട് വീഡിയോയിൽ കാണാം. ഓക്കെ, വീഡിയോട്ട് പോകാം. അപ്പോൾ ആദ്യം നമുക്കൊരു 7 സീറ്റർ വാഹനത്തിൽ തുടങ്ങാം. മഹീന്ദ്ര സ്കോർപിയോ ആണ്. KL1 തിരുവനന്തപുരം രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. എങ്ങനെ ഷമീർക്ക് ഡീറ്റെയിൽ? 2023 സ്കോർപിയോയുടെ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ്, Z8 ലക്ഷറി എന്ന് പറഞ്ഞ വേരിയന്റ്. ലക്ഷറി ഏറ്റവും ടോപ്പ്. Z8 ഉണ്ട്, Z8 ഉണ്ട്, Z8L ഉണ്ട്. എല്ലാം ലക്ഷറി വരുന്നത്, ഏറ്റവും ടോപ്പ് എൻഡ് വരുന്നത് ലക്ഷറി. അതിൽ തന്നെ ഓട്ടോമാറ്റിക് ഡീസൽ വരുന്നതാണ്. ഡീസലാണ്. 2023 എനിക്കൊന്ന് മൈലേജ് എന്ന് പറയുന്നത്. വാറണ്ടി ഏകദേശം ഒരു 2026 വരെ വാറണ്ടി ഉണ്ട്. 26 വരെ, ഇനിയും 2 വർഷം വാറണ്ടി ലഭിക്കുന്ന വാഹനമാണ്. അണ്ടർ വാറണ്ടി. ഓട്ടോ എത്ര പോയത്? വെറും 21,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 21,000 ഓടിയിട്ടുണ്ട്. ഓക്കെ, പറഞ്ഞോളൂ പ്രൈസിങ് എങ്ങനെയുണ്ട്? അതിൻ്റെ പ്രൈസ് നമ്മൾ വരുന്നത് ഇപ്പോൾ നമ്മുടെ സ്പെഷ്യൽ റേറ്റ് വന്നിട്ട് 22,50,000 രൂപ. 22.5 ലക്ഷത്തിന് 2023 സ്കോർപിയോ Z8 ലക്ഷറി നിങ്ങൾക്ക് സ്വന്തമാക്കാം. പുതിയ വണ്ടിക്ക് എനിക്ക് തോന്നുന്നു 28.5 ലക്ഷം രൂപ. 28 ലക്ഷം, അത്രയും മാറ്റം വന്നു കഴിഞ്ഞു. ഏകദേശം 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 6 ലക്ഷം രൂപയുടെ മാറ്റം വന്നു കഴിഞ്ഞു ഇപ്പം തന്നെ. അപ്പം നിങ്ങൾ പുതിയ വണ്ടി എടുക്കാൻ നിൽക്കുന്ന ആളുകളാണെങ്കിൽ ഒന്ന് ആലോചിച്ചിട്ട് നേരെ ഇങ്ങോട്ടേക്ക് വന്നോളൂ. അത്രയേ ഉള്ളൂ.
ഒറിജിനൽ കേരള, അതെ, സിംഗിൾ ഓണർ, നോ ക്ലെയിം, ഷോറൂം കണ്ടീഷൻ വെഹിക്കിൾ. അത്രേ ഉള്ളൂ. ധൈര്യമായിട്ട് വരാം. 22,50 നിങ്ങൾക്ക് സ്വന്തമാക്കാം ഈ ഒരു വാഹനം. ലോൺ മാക്സിമം കയറും അല്ലേ? അറൌണ്ട് 20 lakhs എന്തായാലും കിട്ടും. 20 lakhs above കിട്ടും. 22 നല്ല ട്രാക്കുള്ള കസ്റ്റമർ ആണെങ്കിൽ 28 വണ്ടിയല്ലേ, 22 കിട്ടാൻ സാധ്യതയുണ്ട്, ചാൻസ് ഉണ്ട്. മഹീന്ദ്ര XUV 500, ഇതും 7 സീറ്റർ വാഹനമാണ്. KL 13 കണ്ണൂരാണ് രജിസ്ട്രേഷൻ വരുന്നത്. എങ്ങനെയാണ് ഡീറ്റെയിൽ? 2021 മോഡല് ഓക്കെ. XUV 500 ഏറ്റവും ടോപ്പിൻ്റെ വേരിയൻ്റായ W11 ഓട്ടോമാറ്റിക് വരുന്ന വെഹിക്കിൾ. ഓട്ടോമാറ്റിക്. ഓക്കെ, W11 ഇത് ഏറ്റവും ടോപ്പിൻ്റെ വാഹനമാണ്. ടയർ ബാഗും കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം, എല്ലാം വരുന്ന വാഹനങ്ങൾ. അതെ. ഓക്കെ. എന്താ പറയുക, നല്ല അടിപൊളി സീറ്റ്, കമ്പനി കവറല്ല, പുറത്ത് അഡീഷണൽ ആയിട്ട് ചെയ്തതാണ്. നല്ല അടിപൊളി സീറ്റ് കവർ ഉണ്ട്. അതായത് നമ്മൾ ഫസ്റ്റ് കണ്ണ് ഓടിക്കുമ്പോൾ പോകുന്ന ഒരു ലുക്കാണ്. പലരും ചോദിക്കാറുണ്ട് എന്താ സീറ്റ് കവറിൽ കാര്യമില്ല, പക്ഷേ ജസ്റ്റ് കണ്ടപ്പോൾ പറഞ്ഞേ ഉള്ളൂ. ഓട്ടോ എത്ര പോയത്? 60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 60,000 അല്ല? ഓക്കെ. 21 നോർമൽ ഓട്ടോ, 21 മോഡലാണ്. ഡീസൽ വണ്ടിയെ സംബന്ധിച്ചൊരു നോർമൽ ഓട്ടോ ആണ്. ഏകദേശം XUV 500 ആ സമയത്ത് സ്റ്റോപ്പ് ലാസ്റ്റിൽ ഇറങ്ങിയ വണ്ടിയാണ്. അതെ, ലാസ്റ്റ്. ഓക്കെ. സൺറൂഫ് എല്ലാം വരുന്ന വാഹനമാണ്. വാറണ്ടി കഴിഞ്ഞിട്ടുണ്ടാവില്ല? എന്തായാലും വാറണ്ടി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് വേണം വാറണ്ടി വേണം, നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ. 60,000 കിലോമീറ്ററുടെ ഒറിജിനൽ കേരള വണ്ടി. ഇതും ഒരുപാട് ഇറങ്ങുന്നുണ്ട്. ഓക്കെ. അപ്പോൾ എത്ര അതിൻ്റെ? നമ്മൾ പ്രൈസ് വന്നിട്ട് 16,50,000 രൂപ. 16.5 ലക്ഷം രൂപയ്ക്ക് 2021 60,000 കിലോമീറ്റർ ഓടിയ W11 ഏറ്റവും ടോപ്പ് എൻഡ് XUV 500 നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതിലൊരു ക്ലാരിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ, XUV ആൾക്കാർ പല റേഞ്ചിൽ താഴത്ത് വില കാണും. ഇത് മോഡൽ 2021 ആണ്, അത് നോക്കണം. ഏറ്റവും ലാസ്റ്റിൽ ഇറങ്ങിയ വണ്ടിയാണ്, ആക്സിഡൻറ്റോ റീപ്ലേസ് ഇല്ലാത്ത വണ്ടിയാണ്. ഇത് സിംഗിൾ ഓണർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു പാർട്ണർ പാർട്ണർ വിഡ്രോ ചെയ്യുന്ന സമയത്ത് അയാൾ പാർട്ണർ പേരിലേക്ക് മാറി റെക്കോർഡിക്കലി 2 ഓണർ ആയിട്ടുണ്ട്. ഒരാൾ മാത്രം യൂസ് ചെയ്ത ക്വാളിറ്റി വെഹിക്കിളാണ്. നിങ്ങൾ പ്രൈസ് കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പ്രൈസിൻ്റെ അട്രാക്ഷൻ. ഒരു 15 lakh ലോൺ കയറും. 15 lakh ആണ് തോന്നുന്നത്. അടുത്ത MG ഹെക്ടർ പ്ലസ് ആണ്. 6 സീറ്റർ വാഹനമാണ്. നോർമലി 5 സീറ്റർ ആണ് നമ്മൾ കാണാറുള്ളത്. KL 48 വടക്കാഞ്ചേരി രജിസ്ട്രേഷൻ വരുന്ന വാഹനം. എങ്ങനെ ഡീറ്റെയിൽ? 2021 MG ഹെക്ടർ പ്ലസ് 6 സീറ്റർ. ഓക്കെ. കിലോമീറ്റർ ഓടിയിരിക്കുന്നത് വെറും 14,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 21 മോഡലിൽ വെറും 14,000 ഓടിയ വാഹനമാണ്. ഓക്കെ. ഓട്ടോമാറ്റിക് DCT പെട്രോൾ ടോപ്പ് എൻഡ് വേരിയന്റ്. ഓട്ടോമാറ്റിക് പെട്രോൾ വാഹനമാണ്. ഓക്കെ. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, വെറും 14,000. 21 3 വർഷം കൊണ്ടാണ് 14,000 മാത്രം ഓടിയത്. ഏറ്റവും ടോപ്പ് എൻഡ് ആണോ? ഏറ്റവും ടോപ്പ് എൻഡ് വാഹനം, ലോ കിലോമീറ്റർ ആണ്. ഒരു ഷോറൂം കണ്ടീഷനാണ്. ഒരു അൺഎക്സ്പ്ലാൻഡ് പരിസ്ഥിതി പറഞ്ഞ പോലെ ഒരു പൊടി പോലുമില്ല കണ്ടുപിടിക്കുക. എത്ര കൊടുക്കാത്? നമുക്ക് 16,25,000 രൂപ ഫൈനൽ അല്ലേ? 16,25,000 ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. 2021 മോഡൽ 2021 ആണ്. ഹെക്ടർ പ്ലസ് ആണ്. കിലോമീറ്റർ 14,000 ആണ്. ഷോറൂം കണ്ടീഷൻ ആണ്. ഒറിജിനൽ കേരള വണ്ടി. എന്നിട്ട് പ്രൈസ് കമ്പയർ ചെയ്യാം. അത്രേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക് ലോൺ എന്തായാലും കിട്ടും. നമ്മൾ ഫുൾ എമൗണ്ട് കിട്ടും. നല്ല കസ്റ്റമർ. കാരണം പുതിയ വണ്ടിക്ക് 27 ലക്ഷത്തിന്റെ മുകളിൽ വില വരുന്നുണ്ട്. ഏകദേശം അധികം കിട്ടുന്നതിനുള്ള കുറയില്ല. അടുത്തത് ഒരു പെർഫോമൻസ് കോമ്പാക്ട് SUV വാഹനമാണ്. Volkswagen Tiguan KL 2 കൊല്ലം വണ്ടിയാണ്. എങ്ങനെ ഡീറ്റെയിൽ? 2022 മോഡൽ Volkswagen Tiguan 1 ലിറ്ററിൽ ഹൈലൈൻ എന്ന വേരിയന്റ്. ഓട്ടോമാറ്റിക് 1 ലിറ്റർ ആണ്. ഓട്ടോമാറ്റിക് ആണ്. വേരിയന്റ് ഹൈലൈൻ ആണ് വരുന്നത്. ഓക്കെ. ഇതിൽ തന്നെ 1.5 വരുന്നുണ്ട്. 1.5 വരുന്നുണ്ട്. ഇതിൽ തന്നെ ഒരു മോഡൽ ഓപ്ഷൻ കൂടിയ ഒരു വണ്ടി വരുന്നുണ്ട്. ഹൈലൈൻ ടോപ്പ് ലൈൻ എന്ന് പറഞ്ഞിട്ട്. ടോപ്പ് ലൈൻ നോക്കില്ല. ഇത് ഹൈലൈൻ 1 ലിറ്റർ ടർബോ. ടർബോ 1 ലിറ്റർ ടർബോ. ഓക്കെ. കിലോമീറ്റർ എത്രയായി? കിലോമീറ്റർ 22,000 കിലോമീറ്റർ. 22,000 നോർമൽ ഓട്ടാണ് ഓടിയിട്ടുള്ളത്. നോർമൽ ഓട്ടോ, സെക്കൻഡ് ഓണറാണ്. ഓക്കെ. വാറണ്ടി കഴിഞ്ഞിട്ടാവല്ലോ? അടുത്ത വർഷം വരെ 2022 മോഡൽ 3 ഇയർ കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഓക്കെ. അപ്പോൾ എന്താ പറയുക, അത്യാവശ്യം മൈലേജിൽ ഒരു 1.5-നേക്കാളും മൈലേജ് കൂടുതൽ കിട്ടും. അതാ പറഞ്ഞത് 1 ലിറ്റർ ആണ്. പെർഫോമൻസിൽ ഞാൻ 1.5-ന്റെ പെർഫോമൻസ് കിട്ടൂല. എന്നാലും കമ്പയർ ചെയ്യുമ്പോൾ വേറെ അതിന്റെ പെർഫോമൻസ് എന്തായാലും കിട്ടും. അത്രേ പറഞ്ഞത്. ഓക്കെ. അപ്പോൾ എത്ര കൊടുക്കാത്? ഇതിന്റെ പ്രൈസ് വന്നിട്ട് നമുക്ക് 13,15,000 രൂപ കൊടുക്കാം. 13,15,000 രൂപയ്ക്ക് ഈ ഒരു പ്രൈസ് എല്ലാം ഒന്ന് കമ്പയർ ചെയ്യും. 2022 ഓട്ടോമാറ്റിക് ടൈഗോൺ ആണ്. ഹൈലൈൻ ഓട്ടോമാറ്റിക് 2022 മോഡലാണ്. കേരള ആണ്. ആക്സിഡന്റ് ഇല്ല, റീപ്ലേസ് ഇല്ല, ഷോറൂം കണ്ടീഷൻ വെഹിക്കിൾ ആണ്. 13,15,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാവുന്നതാണ്. ലോണും മാക്സിമം എന്തായാലും ലോൺ സൗകര്യം കിട്ടും. വലിയ മെയിൻ്റെനൻസും വരില്ല അല്ലേ? 1 ലിറ്റർ ആയതുകൊണ്ട് തന്നെ. 1 ലിറ്റർ അല്ലേ? ഓക്കെ. അടുത്തത് അർബൻ ക്രൂയിസർ, ടൊയോട്ട അർബൻ ക്രൂയിസർ KL 18 കോഴിക്കോട് വടകര രജിസ്ട്രേഷൻ വാഹനമാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽസ് എടുക്കാം? 2000
21 മോഡല് അർബൻ ക്രൂസറിന്റെ ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക്കലി ടോപ്പ് എൻഡ് വരുന്ന വെഹിക്കിൾ പ്രീമിയം എന്ന് പറഞ്ഞ വേരിയന്റ്. പ്രീമിയം അതെ, ഏറ്റവും ടോപ്പിന്റെ വാഹനമാണ്. 21 അല്ലേ പറഞ്ഞത്? 21 മോഡൽ. ഓക്കെ, ഇപ്പോൾ നിർത്തിയിരിക്കുകയാണ്, ഡിസ്കണ്ടിന്യൂ ചെയ്തിരിക്കുകയാണ്. ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ല. ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിലും മാർക്കറ്റിൽ നന്നായിട്ട് എൻക്വയറി വരുന്ന ഒരു മോഡലാണ്. അല്ലെ, ആളുകൾ ഇന്നോവ നിന്ന പോലെ ടൊയോട്ടൻ്റെ വണ്ടിയാണ് ലിയോ ചോദിക്കുന്ന പോലെ ചോദിക്കുന്ന ഒരു വെഹിക്കിളാണ് അർബൻ ക്രൂസർ. അതിൽ തന്നെ ടോപ്പ് എൻഡ് വേരിയന്റാണ് കുറച്ചുകൂടി ഡിമാൻഡ്. ഈ കാറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് കിലോമീറ്റർ വൈസ് വെറും 6000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ആണ്, ഷോറൂം കണ്ടീഷനാണ്. 14 അറൗണ്ട് മൈലേജ് കിട്ടും. ഓട്ടോമാറ്റിക്കലാണ്, ഒരു 13-14 അറൗണ്ട് മൈലേജ് കിട്ടും. അത്രയും മൈലേജ് കിട്ടുന്നുണ്ട്. ഒരു അടിപൊളി കോമ്പാക്ട് SUV, അതായത് ഒരു ബ്രസ നോക്കുന്നവർക്ക്. ബ്രസ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ടൊയോട്ട എംബ്ലം മാത്രം മതി, അതിനൊരു വിശ്വാസം. അപ്പൊ ഇത് എത്ര കൊടുക്കാം നമുക്ക്? ഇത് വന്നിട്ട് 11,10,000 രൂപ കൊടുക്കാം. 11,10,000 ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഏറ്റവും ടോപ്പിന്റെ ഓട്ടോമാറ്റിക് വാഹനം. വെറും ലോ കിലോമീറ്റർ, ഒരു കാര്യം കൂടി ഞാൻ പറയുന്നത്, ലോ കിലോമീറ്റർ 6000 കിലോമീറ്റർ മാത്രമേ. പൊളിച്ചിട്ടില്ല. പുതിയ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പുതിയ വണ്ടി ഇനി കിട്ടൂല. അങ്ങനെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നാൽ അതേപോലെ സ്വന്തമാക്കാം. നമുക്ക് ആ ഒരു ആംബിയൻസിൽ തന്നെ നമുക്ക് പുതിയ വണ്ടി കൊടുക്കുന്ന പോലെ തന്നെ നമുക്ക് കൊടുക്കാനും പറ്റും, ഉപയോഗിക്കാനും പറ്റും. തീർച്ചയായിട്ടും. വെറും 6000 കിലോമീറ്റർ മാത്രം ഓടിയ ഒരു അടിപൊളി അർബൻ ക്രൂസറാണ്. താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിക്കാം. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തൊരു കോമ്പാക്ട് SUV ആണ്, പക്ഷേ ഇത് ഡീസലാണ്. നമ്മൾ SUV ഡീസൽ കണ്ടിരുന്നു. കോമ്പാക്ട് SUV ഫസ്റ്റ് ഡീസൽ വാഹനം KL 52 രജിസ്ട്രേഷൻ വരുന്ന കെയുടെ സോണറ്റ് ആണ് വാഹനം. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2022 മോഡല് കിയ സോണറ്റിന്റെ HTX എന്ന വേരിയന്റ്. ഓക്കെ, GT ലൈനിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷൻ. സീറ്റ് വെന്റിലേഷൻ ഉണ്ടാവില്ല, ബാക്കി എല്ലാ കാര്യങ്ങളെല്ലാം വരുന്ന ഡീസൽ ഓട്ടോമാറ്റിക് വരുന്നതാണ്. ഓട്ടോമാറ്റിക് IMT അല്ല, IMT അല്ല, ഒറിജിനൽ ഓട്ടോമാറ്റിക് ആണ്. ഫുള്ളി ഓട്ടോമാറ്റിക് ആണ്. ഇതിൽ സോണറ്റിൽ ഒരുപാട് വേരിയന്റ് ഉണ്ട്. IMTക്ക് വില കുറവാണ്. അത് കമ്പയർ ചെയ്യുമ്പോൾ അത് ചോദിച്ചത് നന്നായി. ഫുള്ളി ഓട്ടോമാറ്റിക് ആണ്. നമ്മൾ ഗിയർ മാനുവൽ നമുക്ക് മാറ്റാം, മാനുവൽ ട്രാൻസ്മിഷൻ. ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. സിംഗിൾ ഓണർ ആണ്. 38,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2022 മോഡല്. ബ്ലാക്ക് കളറിൽ സോണറ്റ് എന്ന് പറഞ്ഞ ആളുകൾ നോക്കി നടക്കുന്ന സാധനമാണ്. 2 വർഷം കൊണ്ട് ഡീസൽ വണ്ടി ഓടുന്ന നല്ല മൈലേജ് ഉള്ള സെഗ്മെന്റ് ആണ്. നല്ല മൈലേജ് എന്ന് പറഞ്ഞാൽ ഒരു 18 above 20 കിട്ടുന്നുണ്ട്. 18 above അഷുറൻസ് ആയിട്ട് പറയാം നമുക്ക്. മൈലേജ് ഉള്ള ഒരു അടിപൊളി കോമ്പാക്ട് SUV വാഹനമാണ്. എത്ര കൊടുക്കാൻ വരിക? നമുക്ക് ഫൈനൽ വന്നിട്ട് 12,95,000 രൂപ കൊടുക്കാം. 12,95,000 2022 38,000 കിലോമീറ്റർ ഓടിയ ഫുള്ളി ഓട്ടോമാറ്റിക് ഡീസൽ സോണറ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. IMT അല്ല, IMT ഓട്ടോമാറ്റിക് അല്ല, അതുമായിട്ട് കമ്പയർ ചെയ്യാറ് അതിന് വില കുറവാണ്. ഓക്കെ, അപ്പോൾ ലോണും മാക്സിമം കാര്യമല്ലോ? മാക്സിമം ഒരു 11 ലക്ഷം വരെ ലോൺ കിട്ടും. ഇതിന്റെ വാറണ്ടി കഴിഞ്ഞോ? 25 വരെ? 2025 വരെ വാറണ്ടി ഉണ്ട്. 5 വരെ ഉണ്ട്. 6 വർഷം കൂടെ വാറണ്ടി ഉണ്ട്. അടുത്തത് റിനോ കൈഗറാണ്. KL 25 രജിസ്ട്രേഷൻ വാഹനം. ഒരു 1 ലിറ്റർ പെട്രോൾ എഞ്ചിൻ വരുന്ന വാഹനം അല്ലേ? എങ്ങനെ ഡീറ്റെയിൽ? 2021 മോഡല് RXT എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ഫുള്ളിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷൻ, താഴെ വരുന്ന ഓപ്ഷൻ ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, AMT ഗിയർ ബോക്സ് വരും. അത്യാവശ്യം എന്താ ഒരു ലുക്ക് ഉണ്ട്. പക്ഷേ ഫുള്ളിന്റെ താഴെ വരുന്ന അലോയ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് വരുന്നുണ്ട്. പിന്നെ അട്രാക്ഷൻ കിലോമീറ്റർ വെറും 16,000 ഓടിയിട്ടുള്ളൂ. 16,000 മാത്രം ഓടിയ വാഹനമാണ്. 21 മോഡൽ. ഓക്കെ, ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. സർവീസ് ഹിസ്റ്ററി എല്ലാം പ്രോപ്പർ ആണോ? പക്കാ വണ്ടി, പക്കാ ഹിസ്റ്ററി ഉണ്ട്. ഓക്കെ, എത്ര കൊടുക്കാത്? നമുക്കൊരു 6,85,000 രൂപ കൊടുക്കാം. 6,85,000 2021 ലോ കിലോമീറ്റർ ഓടിയ വാഹനം, ഓട്ടോമാറ്റിക് വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. RXT ആണ് ഓപ്ഷൻ വരുന്നത്. അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. 14-15 വരെ മൈലേജ് കിട്ടും. 1 ലിറ്റർ അല്ല? ഓക്കെ, എന്താ പറയാ, അത്യാവശ്യം നല്ല ലുക്കുള്ളൊരു കോമ്പാക്ട് കളറാണ്. ബ്ലൂ ഇതില്. ഓക്കെ, ഫുള്ളിലേക്ക് വരുമ്പോൾ എന്താ വ്യത്യാസം വരുന്നത്? ഇതുമായിട്ട് ചെറിയ വ്യത്യാസങ്ങൾ വരുന്നു. ഓൾറെഡി പല ഫീസ് എല്ലാം വരുന്നുണ്ട്. എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മാക്സിമം ലോൺ സൗകര്യം എന്തായാലും കിട്ടാൻ ചാൻസ് ഉണ്ട്. 6 lakh അറൗണ്ട് ലോണും കിട്ടും. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഇന്നോവയാണ്. KL 31 രജിസ്ട്രേഷൻ വരുന്ന കേരള വണ്ടി അല്ലേ? കേരള ഇന്നോവ. ഓക്കെ, എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2012 മോഡല് ടൈപ്പ് 3 വരുന്ന ഇന്നോവ ഒറിജിനൽ കേരള. കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1,21,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നമ്മൾ കൂടുതൽ കിലോമീറ്റർ ഓടിയ വണ്ടികൾ എന്റർടൈൻമെന്റ് വെക്കാറില്ല സ്വാഭാവികമായിട്ട്. പിന്നെ ഇന്നോവക്ക് ഒരുപാട് എൻക്വയറി ഉള്ള സെഗ്മെന്റ് ആണ്. ഇന്നോവ
നിർത്തിപ്പോയ വണ്ടി ആയതുകൊണ്ട് ഓട്ടം കുറഞ്ഞ വണ്ടികൾ റയറേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ എടുത്താണ്. ഒറിജിനൽ കേരളമാണ്. പിന്നെ വണ്ടിക്ക് പറയാൻ -2 -പോയിന്റുകൾ കൂടി ഉണ്ട്. അത് കൃത്യമായി പറയാം. ഓണർഷിപ്പ് 3rd ആണ്. മെയിൻ ക്ലാസ് റീപ്ലേസ് ഉണ്ട്. ബാക്കി എല്ലാ ഭാഗവും പെർഫെക്റ്റ് ആണ്. ഫുള്ളി കമ്പനി സർവീസാണ്. 1,20,000 വരെ കമ്പനി ഫുള്ളി സർവീസുള്ള വണ്ടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ എടുത്തത്. വെൽ മെയിൻറ്റൈൻഡ് വെഹിക്കിളാണ്. ഓണർഷിപ്പ് 3rd ഉണ്ട്. ബാക്കി എല്ലാം കൊണ്ട് വണ്ടി ഓക്കെ എന്ന് പറയുന്നു. ഇതിപ്പോ എങ്ങനെയാ ചോദിക്കുന്നത്? നമുക്കത് 7,90,000 7,90,000 നെറ്റ് റേറ്റ് ആണ്. ഓക്കെ, 7,90,000 രൂപയ്ക്ക് 2012 ഇന്നോവ G4 നിങ്ങൾക്ക് സ്വന്തമാക്കാം. ടൈപ്പ് 3 ആണ്. G4 ആണ് ഒറിജിനൽ കേരള വെഹിക്കിൾ. ഓക്കെ, ഒറിജിനൽ കേരള വണ്ടി. വേറെ നിങ്ങൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന വണ്ടി പോലെ വേറെ അഡീഷണൽ ഒന്നും ചിലവാക്കേണ്ട ആവശ്യം. ഒറിജിനൽ കേരള വെഹിക്കിൾ കമ്പയർ ചെയ്തിട്ട് പ്രൈസ് മാച്ച് ചെയ്ത് 7,90,000 2012 വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഓക്കെ, അത്രേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക്. ഹ്യുണ്ടായി അൽക്കാസർ ആണ്. KL 1 തിരുവനന്തപുരം രജിസ്ട്രേഷൻ വാഹനം. ഇത് 6 സീറ്റർ ആണോ 7 സീറ്റർ ആണോ? 7 സീറ്റർ. 7 സീറ്റർ ആണ്. ഓക്കെ, പറഞ്ഞോളൂ എങ്ങനെ ഡീറ്റെയിൽ. 2022 മോഡൽ അൽക്കാസറിന്റെ പ്ലാറ്റിനം എന്ന വേരിയന്റ്. ഓക്കെ, പെട്രോളിൽ മാനുവൽ. ഫുള്ളിന്റെ താഴെ വരുന്ന ഓപ്ഷൻ അല്ല, ഫുള്ളിന്റെ താഴെ വരുന്ന ഓപ്ഷൻ. ഇതിൽ വ്യത്യാസങ്ങൾ എന്താ വെച്ചാൽ 360 വരെ ഇതിൽ വരുന്നുണ്ട്. അലോയ്സ് വരുന്നുണ്ട്. എയർ ബാഗ്സ് 2 കുറയും. 4 എയർ ബാഗ് വരുന്നുള്ളൂ. 4 എയർ ബാഗ് വരുന്നുണ്ട്. അലോയ്സ് വരുന്നുണ്ട്. 360 വരുന്നുണ്ട്. സീറ്റ് വെന്റിലേഷൻ ഉണ്ടാവില്ല. പിന്നെ വാൻഡ്രോമിക് സൺറൂഫും ഇതിൽ വരുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചറും വരുന്നുണ്ട്. യൂസിന്റെ ആളുകളുടെ എല്ലാ ഫീച്ചറും ഉണ്ട്. ചെറിയ മാറ്റങ്ങൾ 22 എന്ന് പറയുമ്പോൾ 25 വരെ വാറണ്ടി അണ്ടർ വാറണ്ടി 1 ഇയർ കൂടെ ലഭിക്കുന്ന വാഹനമാണ്. ഓട്ടോ എത്ര പോയി? വെറും 13,900 കിലോമീറ്റർ. ഓക്കെ, വളരെ ലോ കിലോമീറ്റർ ഓടിയ ഒരു 7 സീറ്റർ വാഹനമാണ്. പെട്രോളിൽ മാനുവൽ ആണ്. മൈലേജ് ഇത് ഓടിച്ച് കിട്ടിയവരുണ്ടെങ്കിൽ മാക്സിമം എത്ര കിട്ടിയിട്ടുണ്ട് അതുകൂടെ മെൻഷൻ ചെയ്യാം. മിനിമം എത്ര കിട്ടുന്നുണ്ട് അത് മെൻഷൻ ചെയ്യാം അല്ലേ? ഓക്കെ, അപ്പോൾ എടുക്കുന്നവർക്ക് അതൊരു ഉപകാരമായിരിക്കും. ഓക്കെ, എത്ര കൊടുക്കുക ഇത്? നമുക്ക് 14,80,000 രൂപ കൊടുക്കാം. 14,80 ഫൈനൽ റേറ്റ് ആണോ? അതെ, ചെറിയ എന്തെങ്കിലും നോക്കാം. നമുക്ക് നെറ്റായിട്ടാണ് നിങ്ങൾ റേറ്റ് ഞാൻ പറയുന്നത്. ഓക്കെ, 14,80 2022 ടോപ്പിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. മാനുവലാണ്, പെട്രോൾ വാഹനമാണ്. ഓക്കെ, ലോൺ മാക്സിമം എന്തായാലും 14 ലക്ഷം വരെ എന്തായാലും ലോൺ കിട്ടും. 14 വരെ എടുക്കുന്നു. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത മഹീന്ദ്ര ഥാറാണ്. ഒരു വെറൈറ്റി കളറാണ് ഥാറിന്. അതെ, എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2021 മോഡല് മഹീന്ദ്ര താർ 4x4 ഹാർഡ് ടോപ്പിൽ വരുന്ന ടോപ്പ് എൻഡ് വെഹിക്കിൾ. ഓട്ടോമാറ്റിക് ഡീസൽ. ഓട്ടോമാറ്റിക് ആണല്ലേ? ഓക്കെ, ഏറ്റവും ടോപ്പിന്റെ വാഹനമാണ്. 4x4 2022 മോഡൽ. 21 മോഡൽ. ഓട്ടോ എത്ര പോയി? 57,000 57,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പുതിയ 4 ടയറും മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇറങ്ങിയിട്ടില്ല. 57 ഓടി കൊണ്ട് മെയിൻറ്റൈൻഡ് ഫുള്ളി കമ്പനി സർവീസ് ആണ്. ഓക്കെ, ഒന്നും ചെയ്യാനില്ല. ഒരു ഓട്ടോമാറ്റിക് ഥാറാണ്. അതെ, വേറെ പണികളൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. കറക്റ്റ് സർവീസുള്ള നല്ല കാർ, നല്ല വെഹിക്കിൾ. എത്ര കൊടുക്കാത്? നമുക്ക് 15,90,000 രൂപ. 15,90,000 2021 ഓട്ടോമാറ്റിക് ഥാർ ഹാർഡ് ടോപ്പ് ഏറ്റവും ടോപ്പിന്റെ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ. ഡീസൽ വാഹനമാണ്. വേറെ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല, പണികളൊന്നുമില്ല. ലോണും ഏകദേശം ഒരു 14 ലക്ഷം വരെ ലോൺ കിട്ടും. 14 മേലെ കിട്ടൂലേ? എല്ലാ ട്രാക്കുള്ളവർക്കും അതിൽ കൂടുതൽ കിട്ടും. എന്തായാലും കിട്ടും. ഓക്കെ, അടുത്തത് ടൊയോട്ട ഫോർച്യൂണർ. ഒരു SUV സെഗ്മെന്റ് വാഹനമാണ്. എങ്ങനെ ഡീറ്റെയിൽ? കേരള വണ്ടി തന്നെ അല്ലേ? അതെ, അതേ ഉള്ളൂ എടുത്ത്. അതെ, നമ്മൾ എടുത്ത് പറയാണ്. വീട്ടിൽ പറയണ്ട. 2014 മോഡല് ഫോർച്യൂണർ 2 വീൽ ഓട്ടോമാറ്റിക്. 2 വീൽ ഓട്ടോമാറ്റിക്. പിന്നെ ഓട്ടോ എത്രയാ? കിലോമീറ്ററും ഓണർഷിപ്പും ഉണ്ട്. കാരണം ഈ സെഗ്മെന്റിലെ വണ്ടികൾ വേറെ രക്ഷയില്ല. ഇത് ഞാൻ തന്നെ കൊടുത്ത വണ്ടിയായിരുന്നു. നമ്മുടെ സുഹൃത്തിന് കൊടുത്ത വണ്ടിയായിരുന്നു. ഓണർഷിപ്പ് 3 ആയിട്ടുണ്ട്. 1,60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഹൈലൈറ്റ് പറയാനുള്ളത് ഫുള്ളി കമ്പനി സർവീസ് ആണ്. ഫുൾ കമ്പനി എല്ലാ 10,000 ടൊയോട്ടയാണ് പ്രോപ്പറായിട്ട് സർവീസ്. ടൊയോട്ട സർവീസ് ഉള്ള വണ്ടിയാണ്. ടൊയോട്ട പ്രോപ്പറായിട്ട് സർവീസ് പോയിട്ട് വേറെ പണികളൊന്നും വരാൻ ചാൻസ് ഇല്ല. ടൊയോട്ട വണ്ടി 7 ലക്ഷം കിലോമീറ്റർ ഓടി വണ്ടി ഞാൻ 7-10 ഒക്കെ നമ്മൾ കാണുന്നുണ്ട്, നമ്മളെ ചുറ്റും കാണുന്നുണ്ട്. അതുകൊണ്ട് ആ രീതിക്ക് മേടിക്കേണ്ട ആവശ്യമില്ല. ടൊയോട്ട വണ്ടി സർവീസ് പോയി എന്ന് പറയുന്നുണ്ട് അല്ലേ? ഓക്കെ, ഫുൾ ഹിസ്റ്ററി ഉണ്ട്. ഫുൾ ഹിസ്റ്ററി ഉണ്ട്. ഒന്നും പേടിക്കാൻ. പുതിയ ടയർ ഉണ്ട്. എല്ലാ ഭാഗവും ഫിറ്റ് ആണ്. ഇതിപ്പോൾ എത്ര കൊടുക്കുന്നത്? നമ്മൾ 17,50,000. 17,50 2 വീൽ ഓട്ടോമാറ്റിക് ഒറിജിനൽ കേരള ഫോർച്യൂണർ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല, ക്ലീൻ വണ്ടിയാണ്. ഓക്കെ, ഫൈനൽ റേറ്റ് ആണ്. ഫാൻസി നമ്പറാണ് 0101. ലോൺ എത്ര കയറൂലേ? ലോൺ ഇതിൻ്റെ 14 അടുത്ത് കയറും. 14 വരെ 13.5 14 ലോൺ കയറും. ഓക്കെ, അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഹ്യുണ്ടായി വെന്യൂ ആണ്. നമ്മൾ നേരത്തെ ഒരു സോണത്തെ കണ്ടിരുന്നു. സോണന്റെ അതേ കാറ്റഗറിയിൽ വരുന്ന വാഹനം ടൈപ്പ്. ഓക്കെ, ഇത് പെട്രോൾ എസ് എന്ന വേരിയന്റ് 2022 മോഡല്. മിഡിൽ ഓപ്ഷൻ അല്ല? മിഡിൽ ഓപ്ഷൻ വരുന്നത്. ഓക്കെ, 22 ആണ്. 25 വരെ വാറണ്ടി ഉണ്ടാവും. 1 ഇയർ കൂടെ വാറണ്ടി, ബാലൻസ് കമ്പനി വാറണ്ടി. എത്ര ഓടം പോയി? കിലോമീറ്റർ 50,000 ഓടിയിട്ടുണ്ട്. 50,000. ഓക്കെ, ബ്ലാക്ക് കളറാണ്. എസ് എന്ന വേരിയന്റ് ആണ്. 2 എയർ ബാഗ് വരും. പിന്നെ എന്തിൻ്റെ സെറ്റ് കാര്യങ്ങളും സീറ്റ് വരും.
അലോയ്സ് ഉണ്ടാവില്ല, സൺറൂഫ് ഉണ്ടാവില്ല, പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഉണ്ടാവില്ല, അങ്ങനെ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. ഓക്കെ. അതെ. ഇതിപ്പോൾ എത്രയാണ് ചോദിക്കുന്നത്? ഇപ്പോൾ നമ്മൾ 8,75,000 രൂപ കൊടുക്കുക. വണ്ടി ഇപ്പോൾ വന്നതുള്ളൂ, ടയർ മാറ്റിയിട്ടില്ല. ST നമുക്ക് 8,75,000. ഓക്കെ. 8,75,000 രൂപയ്ക്ക് 2022 ന്യൂ ടൈപ്പ് വരുന്നത്. ന്യൂ ടൈപ്പ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. പെട്രോൾ മാനുവൽ വാഹനമാണ്. അതെ. വേറെ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ. മാക്സിമം ലോൺ സൗകര്യം ഉണ്ടാവുമല്ലോ. 8 ലക്ഷം വരെ ലോൺ കിട്ടും. അറൗണ്ട് 8 lakhs ലോൺ കിട്ടും. 8 ലക്ഷം വരെ ലോൺ സൗകര്യം ലഭിക്കുന്നുണ്ട്. മൈലേജ് വരെ 11 മുതൽ 15 വരെ കിട്ടും അല്ലേ? കിയ സെൽറ്റോസ് ആണ്. KL 10 രജിസ്ട്രേഷൻ വാഹനമാണ് അല്ലേ? KL 1 സോറി, KL 1 തിരുവനന്തപുരം. പറഞ്ഞോളൂ, എങ്ങനെ അടിയത്? തിരുവനന്തപുരം 2020 മോഡല് HTX, പിന്നെ പെട്രോൾ 2021 HTX എന്ന് പറഞ്ഞാൽ അതിന്റെ മോൾ HTX പ്ലസ് ആണ്. GT ലൈൻ ഉണ്ടാവും. സൺറൂഫ് എല്ലാം വരുന്ന വണ്ടിയാണ്. അലോയ്സ്, സൺറൂഫ്, സീറ്റ് വെന്റിലേഷൻ ഉണ്ടാവില്ല, അങ്ങനത്തെ ചെറിയ മാറ്റങ്ങളുണ്ടാവും. ഓക്കെ. എത്ര ഓട്ടം പോയി? കിലോമീറ്റർ 15 ചോളം 14,000 അങ്ങനെ നോക്കി. 14,000 സംതിങ്. 21 മോഡലാണ്. വളരെ ലോ കിലോമീറ്റർ ആണ്. ഡീസലല്ലേ? പെട്രോൾ അല്ല. പെട്രോൾ സെൽറ്റോസ്. ഇതിപ്പോൾ എത്ര കൊടുക്കാം? നമുക്ക് 12,25,000 രൂപ കൊടുക്കാം. 12,25,000 2020 മോഡൽ. 20 മോഡൽ ഓട്ടം കുറവുള്ള വണ്ടി. ഓട്ടം കുറഞ്ഞ വണ്ടിയാണ്. 20 മോഡൽ കിയ സെൽറ്റോസ് പെട്രോൾ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഒരു 11 ലക്ഷം ഒക്കെ എന്തായാലും ലോൺ കിട്ടുമല്ലോ? അറൗണ്ട് ഏകദേശം ലോണും കിട്ടുന്നുണ്ട്. മൈലേജ് ഒരു 11 to 14 ആകെ റേഞ്ച് മൈലേജ് കിട്ടും. ക്രെറ്റയുടെ സെയിം വാഹനമാണ്. അടുത്ത വണ്ടിയിലേക്ക്. നേരത്തെ ഒരു ബ്ലാക്ക് വെന്യൂ കണ്ടു, ഇപ്പോൾ ഒരു വൈറ്റ് വെന്യൂ വന്നിരിക്കുകയാണ്. KL 2 രജിസ്ട്രേഷൻ കൊല്ലം വണ്ടിയാണ്. എങ്ങനെ ഡീറ്റെയിൽ ഇത്? നമുക്കൊരു എക്സ്ചേഞ്ച് ചെയ്യുന്ന വണ്ടിയാണ്. പിന്നെ 2019 ടോപ്പ് ആൻഡ് വേരിയന്റ്, പെട്രോളിൽ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ വരുന്ന വെന്യൂ. ഓക്കെ. സിംഗിൾ ഓണറാണ്, വെൽ മെയിൻറ്റൈൻഡ്, ഫുള്ളി കമ്പനി സർവീസാണ്. ആകെയുള്ളത് കുറച്ച് കിലോമീറ്റർ അധികം ഓടിയിട്ടുണ്ട്. 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫുള്ളി കമ്പനി സർവീസാണ്. അങ്ങനെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ പരിക്കോ ആക്സിഡന്റോ ഒന്നുമില്ല. വെൽ മെയിൻറ്റൈൻഡ് കാറാണ്. ഓട്ടം പോയിട്ടുണ്ട്. അട്രാക്ഷനും ഉണ്ട്. പ്രൈസ് വ്യത്യാസം. പ്രൈസ് നമ്മൾ ഈ മോഡൽ വണ്ടികൾ ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു 9 ലക്ഷം രൂപ 9.5 ആ റേഞ്ചിലാണ് വിറ്റ് പോകുന്നത്. ഇത് നമുക്ക് 8,25,000 രൂപ. 8,4 ലക്ഷം രൂപയ്ക്ക് 8,25,000 രൂപയ്ക്ക് ഏറ്റവും ടോപ്പ് ആൻഡ് വേരിയന്റ് ഓട്ടോമാറ്റിക്കലി ഫുൾ ഓപ്ഷൻ 2019 ഓട്ടോമാറ്റിക് വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. 8,25,000 രൂപയ്ക്ക് വെറും നല്ലൊരു റേറ്റ് ആണ്. പെട്രോൾ വണ്ടി ആയതുകൊണ്ട് തന്നെ ഓട്ടം പോയതുകൊണ്ട് വലിയൊരു പണിയൊന്നും വരാൻ ചാൻസ് ഒന്നുമില്ല. ഫുള്ളി കമ്പനി സർവീസും ഉണ്ട്. ഹിസ്റ്ററിയുള്ള വാഹനമാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റൊരു ഓട്ടോമാറ്റിക് വെന്യൂ ആണ്. മിസ് ചെയ്യേണ്ട. 8,4 ഫുൾ എമൗണ്ട് ലോൺ കിട്ടും. അതെ. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക്. നമ്മൾ ഇത്രയേരം നിങ്ങളെ കാണിച്ചത് SUV സെഗ്മെന്റും അതേപോലെ കോമ്പാക്ട് SUV സെഗ്മെന്റുമാണ്. അപ്പോൾ ഇന്ന് അവസാനത്തെ വാഹനമായിട്ട് നമുക്കൊരു സെഡാൻ പരിചയപ്പെടുത്താം. ടൊയോട്ടയുടെ അൾട്ടിസ് ആണിത്. എങ്ങനെ ഡീറ്റെയിൽസ് എടുക്കാം? 2016 മോഡല് ടൊയോട്ടയുടെ അൾട്ടിസ്. ടൊയോട്ട വന്നിട്ട് ഒരു ലക്ഷറി സെഡാൻ വെഹിക്കിളാണ് അൾട്ടിസ്. അൾട്ടിസിന്റെ തന്നെ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. പിന്നെ VL ഓട്ടോമാറ്റിക്കലി വരുന്ന വാഹനം. ഇപ്പോൾ ഇല്ല, 2019 വണ്ടി അൾട്ടിസ് നിർത്തിയിട്ടുണ്ട്. അന്ന് ഇറങ്ങുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു 26 ലക്ഷം രൂപ അങ്ങനെ ആയിരുന്നു ലാസ്റ്റ് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് വണ്ടിന്റെ വില ഉണ്ടായിരുന്നു. ഇത് വന്ന് 2016 മോഡല്. ഇത് സിംഗിൾ ഓണറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബട്ട് അയാൾ വൈഫിന്റെ പേരിലേക്ക് മാറ്റിയിട്ടുണ്ട്. പെട്രോൾ ആണ്, ടോപ്പ് എൻഡ് ആണ്, VL ആണ്. റിക്കോർഡിക്കലി സെക്കൻഡ് ഓണർ ആയിട്ടുണ്ട്. ഒരാൾ മാത്രം യൂസ് ചെയ്ത് റിക്കോർഡിക്കലി സെക്കൻഡ് ഓണറായ വൈഫിന്റെ പേരിലേക്ക് മാറിയാണ്. VL ആണ്. ടോപ്പിന്റെ ഓട്ടോമാറ്റിക് 2016. ഓട്ടം എത്ര പോയി? കിലോമീറ്റർ 75,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 75,000. അതെ. കറക്റ്റ് ഫുള്ളി കമ്പനി സർവീസ്. ഫുൾ കമ്പനി സർവീസ്, വെൽ മെയിൻറ്റൈൻഡ് വെഹിക്കിൾ. ഇതിപ്പോ എത്രയാണ് ചോദിക്കുന്നത്? നമ്മൾ 11,30,000 രൂപ കൊടുക്കും. 11,30 ഫൈനൽ റേറ്റ് ആണ്. 2016 അൾട്ടിസ് ഒറിജിനൽ കേരള VL ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക്. ലാസ്റ്റ് നിർത്തുന്ന സമയത്ത് ഉണ്ടായിരുന്ന വില എനിക്ക് തോന്നുന്നു 26 ലക്ഷം ആയിരുന്നു തോന്നുന്നു. ഈ ഒരു സെഗ്മെന്റ് ഒരുപാട് ആളുകൾ നോക്കുന്ന സാധനമാണ്. സെഡാനിൽ ഓട്ടോമാറ്റിക് വേണമെന്നുണ്ടെങ്കിൽ എന്താ പറയാ, പെർഫോമൻസും ഉണ്ട്, വലിയ മെയിൻ്റെനൻസും വരില്ല, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ടൊയോട്ടയുടെ വണ്ടിയാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ തൽക്കാലം എന്തായാലും ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. കാണിച്ച വാഹനങ്ങൾ അതിനെപ്പറ്റിയുള്ള കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷമീസ് കാസിനെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പർ മുകളിൽ നിങ്ങൾ വണ്ടി നോക്കുന്ന ആളാണ് ഞാൻ എപ്പോഴും പറയുന്നത് വരാൻ വേണ്ടിയിട്ട്. പ്രൈസും ക്വാളിറ്റിയും എല്ലാം കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ അനലൈസ് ചെയ്യണം. അതാണ് പറയാനുള്ളത്. വെറും പ്രൈസ് മാത്രം നോക്കരുത്. വണ്ടിയുടെ ക്വാളിറ്റി ഒറിജിനൽ കേരള, പിന്നെ റീരജിസ്ട്രേഷൻ ആണോ, എല്ലാ കാര്യങ്ങളും കമ്പയർ ചെയ്ത് നിങ്ങൾ അസസ്മെന്റ് നടത്തണം. അത്രയേ ഉള്ളൂ. മാത്രമല്ല നിങ്ങൾക്ക് ഷോറൂം വേണം വന്ന് വിസിറ്റ് ചെയ്യാം. നിങ്ങൾ വണ്ടി എടുക്കണ്ട, കാറ് വാങ്ങിക്കണ്ട. ഞങ്ങൾ എപ്പോഴും പറയുന്നതാണ്, നിങ്ങൾ വന്ന് കണ്ടിട്ട് നിങ്ങൾ വിലയിരുത്തി പോയിക്കോളൂ. എന്നിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി. നന്ദി. ബൈ.